ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താമ്മേ, വരുൺ റെഡിയായി കഴിഞ്ഞില്ലേ? അത് ഞാനല്ലല്ലോ നോക്കുന്നത്, സൂര്യയാണ് അതിന്റെ ഇൻചാർജ്. ഈ വിവാഹം നടക്കുന്നതില് ഏറ്റവും വലിയ സന്തോഷം അവന്. അവൻ സ്വന്തം അനുജത്തിയായി കണ്ട കുട്ടിയല്ലേ ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നത്. ഒരു കണക്കിന് ആള് കുറഞ്ഞുള്ള ഈ ചടങ്ങ് തന്നെ നല്ലത്. ഇല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാ. ആരൊക്കെ വന്നു, ആരൊക്കെ വന്നില്ല, ഇറങ്ങാൻ സമയമായോ ഇല്ലയോ, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. കുറെ കാലായിട്ട് നമ്മുടെ വീടിന് മുകളിൽ ഒരു കാർമേഘം ഉണ്ടായിരുന്നു. ഇപ്പോ അതങ്ങ് ഒഴിഞ്ഞുപോയി. ഇനിയെങ്കിലും കണിമംഗലത്തൊരു ആശ്വാസം ഉണ്ടാവട്ടെ. എന്താ ഉർവശി, ചന്ദ്രശേഖരനെ ഇതുവരെ കാണാത്തത്? ചന്ദ്രേട്ടൻ നല്ല തിരക്കില. ഞാൻ അറിയാത്ത എന്ത് തിരക്കാ അവനുള്ളത്? അച്ഛാ, ചെറിയച്ഛനെ സ്വല്പം പിണക്കമുണ്ട്. ചെറിയച്ഛൻ ഏർപ്പാടാക്കിയ വക്കീല് എല്ലാവരെയും ചതിച്ചു എന്നൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ. അത് സത്യമല്ലേ? വരുണിനെയും രാധികയും പുറത്തിറക്കാൻ വേണ്ടി കോടതിയില് അയാള് സംസാരിച്ചിരുന്നില്ലല്ലോ. അതല്ലേ എല്ലാവരും പറയുന്നേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരാളെ മാറ്റിയതിൽ എന്താ കുഴപ്പം? ചെറിയമ്മേ, വക്കീലിനെ മാറ്റിയ കാര്യത്തിലും പുതിയ വക്കീലിനെ വെച്ച വിഷയത്തിലൊക്കെ ചെറിയച്ചനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ മംഗളകരമായ ഒരു കാര്യത്തിന് പോകുന്നുണ്ട്, അത് വേണ്ട. വിട്ടേക്കേട്ടാ, ഇനിയെങ്കിലും നമ്മുടെ കുടുംബത്തില് എല്ലാവരും ചേർന്നൊരു ഐക്യം ഉണ്ടാവണം. പരസ്പരം വേർതിരിഞ്ഞ് മത്സരിച്ച് സത്യം പറഞ്ഞ നമ്മുടെ കുടുംബത്തിന്റെ ഘടന തന്നെ തെറ്റിപ്പോയി, അല്ലേ അച്ഛാ? എല്ലാറ്റിന്റെ ഒരു അവസാനമായിട്ടാണ് വരുണിന്റെയും രാധികയുടെയും വിവാഹം ഞാൻ കാണുന്നത്. ഇവിടെ നിന്നങ്ങോട്ട് എല്ലാവരും അവരവരുടെ പെരുമാറ്റം കുറച്ചൊക്കെ നിയന്ത്രിക്കണം. പത്മിനി, ഏത് വീടിന്റെയും നടുത്തളത്തിലേക്ക് പ്രശ്നം എത്തുന്നത് അടുക്കളയിൽ നിന്നാണ്. അത് ശ്രദ്ധിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. പത്മിനി നോക്കാൻ മറന്നാല് അത് ഞാൻ നോക്കിക്കൊള്ളാം. രാധിക മോൾ എന്നിങ്ങോട്ട് വന്നോട്ടെ. ശരി ശരി, ഇന്നിപ്പോ അതിനെ ചൊല്ലി വേറൊരു സംസാരം വേണ്ട. നമുക്ക് ഇറങ്ങാൻ സമയമില്ലേ? ഇറങ്ങാം. എന്നാൽ ഇനി വൈകണ്ട. വരുൺ, പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുന്നില്ലേ? ശരി അച്ഛാ. ഈശ്വര, രാധികയുടെ വിളി കേൾക്കുന്ന ദൈവം, അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. എന്നും എപ്പോഴും അവിടുത്തെ ഭക്തയായ രാധിക എന്നെ കൊണ്ട് അയാൾക്ക് കൊടുക്കാവുന്ന സന്തോഷം മുഴുവൻ ഞാൻ അയാൾക്ക് കൊടുക്കും. അനുഗ്രഹമായിട്ട് കൂടെ ഉണ്ടാവണം.